ഹായ് എല്ലാവർക്കും PSC PD യിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ സിവിൽ എക്സൈസ് ഓഫീസർ അതുപോലെ തന്നെ വനിതാ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിലെ മൊഡ്യൂൾ 4 ഫോറിൻ ലിക്കർ റൂൾസിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഫോറിൻ ലിക്കർ റൂൾസ്, അതായത് വിദേശ മദ്യവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് റൂൾസ് കാര്യങ്ങളൊക്കെയാണ്, ലൈസൻസുകൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ലിക്കർ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ലിക്കർ എന്താണ്? ലിക്കർ മീൻസ് ആൻഡ് ഇൻക്ലൂഡ്സ് സ്പിരിറ്റ്സ് ഓഫ് വൈൻ, അരാക്ക്, ടോഡി, ബിയർ ആൻഡ് ആൾ ലിക്വിഡ്സ് കൺസിസ്റ്റിംഗ് ഓർ കണ്ടെയ്നിങ് ആൽക്കഹോൾ. എല്ലാ ലിക്വിഡ്സും കൺസിസ്റ്റിംഗ് അല്ലെങ്കിൽ കണ്ടെയ്നിങ് ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള എല്ലാ ലിക്വിഡും എന്താണ്? ലിക്കർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുമെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ തന്നെ നോക്കിയാൽ നമുക്ക് ആ ഒരു കണ്ടോ ഫ്ലോ ചാർട്ട്. ലിക്കർ കൺട്രി ലിക്കർ എന്നും ഫോറിൻ ലിക്കർ എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ലിക്കറിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? കൺട്രി ലിക്കറും ഫോറിൻ ലിക്കറും. കൺട്രി ലിക്കർ മീൻസ് നാടൻ മദ്യമാണ്, ഫോറിൻ ലിക്കർ മീൻസ് എന്താണ്? വിദേശ മദ്യമാണ്. ഓക്കെ, അപ്പോൾ നാടൻ മദ്യത്തിനകത്ത് ഏതൊക്കെയാണ്? ഫെർമെൻറ്റഡ് ആയിട്ടുള്ള, ഡിസ്റ്റിൽഡ് ആയിട്ടുള്ള രണ്ട് സാധനങ്ങളാണ് വരുന്നത്, ടോഡിയും അറാക്കും. ഓക്കെ, ടോഡി മീൻസ് കള്ളാണ്. കള്ള് അറിയാമല്ലോ, പുളിപ്പിച്ചെടുക്കുന്നതാണ്, നമ്മൾ ചെത്തിയെടുക്കുന്നതാണ് കള്ള്. തെങ്ങ്, പനാന്ന് ചെത്തിയെടുക്കുന്നത് കള്ള്. ഫെർമെൻറ്റഡ് ആണ്, അത് പുളിച്ചിട്ടുള്ള എന്താണ്? കൺട്രി ലിക്കറാണ്. ഓക്കെ, ഇനി ഡിസ്റ്റിൽഡ് ചെയ്തെടുക്കുന്ന കൺട്രി ലിക്കറാണ് എന്ത്? അരാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോടയൊക്കെ കലക്കി വെച്ച് അത് വാറ്റി എടുക്കുന്നതാണ് എന്ത്? ചാരായം. അരാക്ക് ചാരായമാണ്. ഓക്കെ, അപ്പോൾ കൺട്രി ലിക്കർ രണ്ട് ടൈപ്പ് ഉണ്ട്, ടോഡിയും ഉണ്ട്, അരാക്കും ഉണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇനി ഫോറിൻ ലിക്കർ. ഫോറിൻ ലിക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? വിദേശ മദ്യമാണ്. അപ്പോൾ നമ്മുടെ ഒരു അബ്കാരി നിയമപ്രകാരം കൺട്രി ലിക്കർ ഒഴികെയുള്ളവയെല്ലാം എന്താണ്? ഫോറിൻ ലിക്കറിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത്. ഓക്കെ, അതായത് നാടൻ മദ്യം ഒഴികെയുള്ള മറ്റെല്ലാ മദ്യങ്ങളും ഏതിനകത്താണ് വരുന്നത്? ഫോറിൻ ലിക്കറിനകത്താണ് വരുന്നെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതും രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെ? ഫെർമെൻറ്റഡും ഉണ്ട്, ഡിസ്റ്റിൽഡും ഉണ്ട്. അതിൽ ഫെർമെൻറ്റഡിൽ ഏതൊക്കെയാണ്? വൈനും ബിയറും വരുന്നുണ്ട്. ഓക്കെ, വൈനും ബിയർ. വൈൻ എന്ന് പറഞ്ഞാൽ ഫ്രം ഫ്രൂട്ട്സ് ഫെർമെൻറ്റ് ചെയ്തെടുക്കുന്നതാണ്. ബിയർ എന്ന് പറയുമ്പോഴത്തേക്കും ഗ്രെയിൻസ്, ധാന്യങ്ങൾ ഫെർമെൻറ്റ് ചെയ്ത് ധാന്യങ്ങളിൽ നിന്നും ഉണ്ടാക്കുന്നതാണ് എന്ത്? ബിയർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതിൽ തന്നെ വൈന്, ബിയർ കുറേ ക്ലാസിഫിക്കേഷൻ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ഡിസ്റ്റിൽഡിനകത്താണ് ഏതൊക്കെ വരുന്നത്? അല്ലെ സ്റ്റൗട്ട്, പോർട്ടർ, ഡിസ്റ്റിൽഡ് ബിയർ സാധനങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെയാണ് കുറേ, കണ്ടോ, ഡിസ്റ്റിൽഡിനകത്താണ് താഴെ വരുന്ന വിസ്കി, ബ്രാൻഡി, റമ്മ്, ജിന്ന്, വോഡ്ക, റെക്ടിഫൈഡ് സ്പിരിറ്റ്, ഡീനാച്ചുഡ് സ്പിരിറ്റ്, ഇതൊക്കെ ഏതിനകത്താണ് വരുന്നത്? ഡിസ്റ്റിൽഡിനകത്താണ് വരുന്നത്. അപ്പോൾ ബിയറിൻ്റെ പല കാറ്റഗറീസിനകത്താണ് ഇത് അല്ലെ സ്റ്റൗട്ട്, പോർട്ടർ, ബിയർ എന്ന് പറഞ്ഞിട്ടൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഈ ക്ലാസിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. വിദേശ മദ്യം എന്താണെന്ന് അറിഞ്ഞിരിക്കുക. എന്താണ് ഫോറിൻ ലിക്കർ എന്ന് പറയുന്നത്? അബ്കാരി നിയമപ്രകാരം നാടൻ മദ്യം ഒഴികെയുള്ള എല്ലാ മദ്യവും എന്താണ്? ഫോറിൻ ലിക്കറാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ വിദേശ മദ്യത്തിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണെന്ന് കണ്ടോ? വൈനുണ്ട്, ബിയറുണ്ട്, അതുപോലെ തന്നെ സിഡർ, ഫെന്നി, അങ്ങനെയൊക്കെയുള്ള. ഫെന്നി അറിയാമല്ലോ, ഗോവയിൽ നമ്മുടെ കശുവണ്ടിയുടെ ഒരു പഴം ഒളിപ്പിച്ചിട്ട് അത് വാറ്റിയെടുക്കുന്നതാണ് എന്ത്? ഫെന്നി എന്ന് പറയുന്ന മദ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ അബ്സല്യൂട്ട് ആൽക്കഹോൾ, അതുപോലെ റെക്ടിഫൈഡ് സ്പിരിറ്റ്, ഡീനാച്ചുഡ് സ്പിരിറ്റ്, വിസ്കി, ബ്രാൻഡി, റമ്മ്, ജിന്ന്, വോഡ്ക, ഇതെല്ലാം എന്താണ്? വിദേശ മദ്യത്തിൽ ഉൾപ്പെടുന്നതാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ടേബിൾ കാണിച്ചിട്ടുണ്ട്. ടേബിൾ ഷോയിങ് നോട്ടിഫൈഡ് ലിമിറ്റ് ഫോർ പൊസഷൻ വിത്തൗട്ട് പെർമിറ്റ്. ഓക്കെ, അതായത് പെർമിറ്റ് അല്ലെങ്കിൽ ഒരു ബില്ല് കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരാൾക്ക് പൊസസ് ചെയ്യാൻ കഴിയുന്ന ലിക്കർ ടൈപ്സും അതുപോലെ തന്നെ അതിൻ്റെ ക്വാണ്ടിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ടോഡി, കള്ള് 1.5 ലിറ്റർ കൈവശം വയ്ക്കാം. IMFലാണെങ്കിൽ 3 ലിറ്റർ കൈവശം വയ്ക്കാം. ബിയർ ആണെങ്കിൽ 3.5 ലിറ്റർ, വൈൻ ആണെങ്കിൽ 3.5 ലിറ്റർ, FMFL ഫോറിൻ മെയ്ഡ്, ഫോറിൻ ലിക്കർ ആണെങ്കിൽ 2.5 ലിറ്റർ, കൊക്കോ ബ്രാൻഡി, നമ്മുടെ കള്ള് വാറ്റിയെടുക്കുന്നതാണ് കൊക്കോ ബ്രാൻഡി, അത് 1 ലിറ്റർ. ഓക്കെ, അപ്പോൾ ടോട്ടൽ 15 ലിറ്റർ എന്ത് ചെയ്യാൻ പറ്റും? ഒരാൾക്ക് കൈവശം വയ്ക്കാമെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പക്ഷേ ഏതെങ്കിലും ഒരു സാധനം എന്ത് ചെയ്യരുത്? 15 ലിറ്റർ കൈവശം വയ്ക്കാനുള്ള നിയമമില്ല. ഈ പല ടൈപ്പ് സാധനങ്ങൾ ഈ പറയുന്ന നിശ്ചിത അളവിലൊക്കെ എന്ത് ചെയ്യാം? അങ്ങനെ വയ്ക്കുകയാണെങ്കിൽ 15 ലിറ്റർ വയ്ക്കാം. അതായത് കള്ള് ഒരാൾക്ക് ഒരു സമയം കള്ള് 1.5 കയ്യിൽ വയ്ക്കാം. അതുപോലെ തന്നെ IMFL റമ്മ, ബ്രാൻഡി അങ്ങനെ ഒരു 3 ലിറ്റർ കൈവശം വയ്ക്കാം. അതുപോലെ ബിയർ 3.5 ലിറ്റർ കൈവശം, വൈന് 3.5 ലിറ്റർ കൈവശം, പിന്നെ ഒരു ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കർ ഉണ്ടെങ്കിൽ 2.5 ലിറ്റർ, കൊക്കോ ബ്രാൻഡി 1 ലിറ്റർ, അങ്ങനെ എല്ലാം കൂടെ ഒരാൾക്ക് ഒരു സമയം 15 ലിറ്റർ കൈവശം വയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എമൗണ്ടിലേ കൈവശം വയ്ക്കാവൂ. ഓക്കെ, ഇൻഡിവിജ്വലായിട്ട് നോക്കുകയാണെങ്കിൽ കള്ള് ഒരു സമയം 1.5 ലിറ്റർ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അത് കൈവശം വയ്ക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ ബിയർ 3.5 ലിറ്റർ വയ്ക്കാവൂ. കൊക്കോ ബ്രാൻഡി ആണെങ്കിൽ അത് 1 ലിറ്ററേ വയ്ക്കാവൂ. ഓക്കെ, അത് ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഒരു ടേബിൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് ടേബിൾ ഷോയിങ് നോട്ടിഫൈഡ് ലിമിറ്റ് ഫോർ ട്രാൻസ്പോർട്ട് വിത്തൗട്ട് പെർമിറ്റ് ആണ്. ഇത് കൊണ്ടുപോകാൻ കഴിയുന്ന
എന്താണ് ലിമിറ്റാണ്, ലിക്കേഴ്സ് കൊണ്ടുപോകാൻ കഴിയുന്ന ലിമിറ്റാണ് വിത്തൗട്ട് പെർമിറ്റ്. ഓക്കെ, പെർമിറ്റ് ഒന്നും ഇല്ലാതെ, അതായത് ഈ പെർമിറ്റ് അറിയാമല്ലോ, മറ്റേ പെർമിറ്റ് ലൈസൻസ് ഒക്കെ ഉള്ളവരാണല്ലോ നമ്മുടെ ഇങ്ങോട്ടേക്ക് മദ്യം ഇറക്കുമതി ചെയ്യുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നത്. അല്ലാതെ ഒരു ഇൻഡിവിജ്വൽ പേഴ്സണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ കഴിയുന്ന എത്രയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. ടോഡി 1.5, IMFL 3, ബിയർ വൈന് 3.5 ലിറ്റേഴ്സ്, FMFL 2.5, കൊക്ക് ബ്രാൻഡി 1 ലിറ്റർ. നേരത്തെ മുകളിൽ പറഞ്ഞ ടേബിളിലെ അതേ ക്വാണ്ടിറ്റീസ് തന്നെയാണ് ഒരാൾക്ക് കൊണ്ടുപോകാനും കഴിയുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് വിവിധങ്ങളായിട്ടുള്ള ലൈസൻസുകളെ പറ്റി പഠിക്കണം, ലൈസൻസുകളെ പറ്റി. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു ലൈസൻസ്? മദ്യ ലൈസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഒരു ലിക്കറിൻ്റെ ഉൽപ്പാദനം, ഇറക്കുമതി, കയറ്റുമതി, അല്ലെങ്കിൽ അത് കൈവശം വയ്ക്കാനൊക്കെ ആയിട്ട് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും എന്ത് ചെയ്യാൻ പറ്റും? സംസ്ഥാന എക്സൈസ് വകുപ്പ് നൽകുന്ന ഒരു അനുമതിയുണ്ട്. അതാണ് എന്ത് ലൈസൻസുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മദ്യത്തിൻ്റെ ഉൽപ്പാദനം, അതുപോലെ തന്നെ ഇറക്കുമതി, കയറ്റുമതി, അത് കൈവശം വയ്ക്കുവാനൊക്കെ ഉള്ള ആൾക്കാർക്ക്, കൈവശം വയ്ക്കുവാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവർ ഒരു ലൈസൻസ് എടുക്കണം. ഓക്കെ, അത് ആരാണ് കൊടുക്കുന്നത്? സംസ്ഥാന എക്സൈസ് വകുപ്പ് നൽകുന്ന അനുമതിയാണ് എന്ത്? മദ്യ ലൈസൻസ് അല്ലെങ്കിൽ ലൈസൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മദ്യം വിൽക്കാൻ ലൈസൻസ് പൊതുവേ ഉള്ളവരാരൊക്കെയാണ്? അപ്പോൾ നമുക്കറിയാം, മദ്യ ഷോപ്പുകളുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പൊതുമദ്യശാലകളുണ്ട്, പിന്നെ ക്ലബ്ബുകളിൽ മദ്യം വിതരണം ചെയ്യുന്നതുണ്ട്. കണ്ടിട്ടില്ലേ, ചില ക്ലബ്ബുകളിലൊക്കെ മദ്യം വിതരണം ചെയ്യും. അതുപോലെ തന്നെ ബാറുകളിൽ, ഹോട്ടലുകളിൽ, റെസ്റ്റോറൻറ്റുകളിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? മദ്യം വിതരണം ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്കെല്ലാം എന്തുണ്ട്? ഒരു പ്രത്യേക ലൈസൻസ് ഉണ്ട് അവിടെ കൊടുക്കാനായിട്ട്. ഓക്കെ, ഇനി ഓരോ സംസ്ഥാനങ്ങളിൽ വിൽപ്പനയും മദ്യവിതരണവും നിർദ്ദേശിക്കുന്ന ഒരു ഓർഗനൈസേഷനുണ്ട്, നമ്മുടെ സംസ്ഥാനത്തും ഉണ്ട്. അതായത് മദ്യത്തിൻ്റെ വിൽപ്പനയും അതുപോലെ തന്നെ വിതരണവും നിർദ്ദേശിക്കുന്ന ഒരു ഓർഗനൈസേഷനുണ്ട്. അതാണ് ആൽക്കഹോളിക് ബിവറേജ് കൺട്രോൾ എന്ന് പറയും, ABC, ആൽക്കഹോളിക് ബിവറേജ് കൺട്രോൾ, ABC എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ സംസ്ഥാനത്തെ മദ്യത്തിൻ്റെ വിൽപ്പനയും വിതരണവും ഒക്കെ നിർദ്ദേശിക്കുന്ന ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഏതാണ്? ABC. ഈസിയാണ് ഓർത്തിരിക്കുക. ഇംഗ്ലീഷ് ലെറ്റേഴ്സിൽ ആദ്യത്തെ 3 ലെറ്റേഴ്സാണ് ABC. ആൽക്കഹോൾ ബിവറേജ് കൺട്രോൾ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അവർ നിർദ്ദേശിക്കുന്ന അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു സംസ്ഥാനങ്ങളിലും മദ്യ വിൽപ്പനയും വിതരണവും ഒക്കെ നടക്കുന്നു എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ലൈസൻസുകൾ നോക്കാം. FL1 ലൈസൻസിൻ്റെ പേരാണ് FL, ഫോറിൻ ലിക്കർ 1. ഓക്കെ, അപ്പോൾ ഫോറിൻ ലിക്കർ ലൈസൻസ് 1, FL1 ലൈസൻസ് എന്ന് പറഞ്ഞാൽ പ്രിവിലേജ് എക്സ്റ്റെൻഡ് ടു ഹൂം, ആർക്കാണ്? എക്സ്ക്ലൂസീവ്ലി ടു KSBC ആൻഡ് KSCCF. KSBCക്കും KSCCFനുമാണ്. അപ്പോൾ ഒരു ഡിസ്റ്റൻസ് റൂൾ 200 മീറ്റേഴ്സാണ് ഇതിന് വരുന്നത്. ലൈസൻസിങ് അതോറിറ്റി എന്ന് പറയുന്നത് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറാണ്. ഓക്കെ, അപ്പോൾ വിദേശ മദ്യം സീൽ ചെയ്ത കുപ്പികളിൽ പൊതുജനങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിച്ചിട്ടുള്ള ലൈസൻസാണ് ഏത്? FL1 ലൈസൻസ് എന്ന് പറയുന്നത്. ഓക്കെ, FL1 ലൈസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് കീഴിൽ മദ്യം വിൽക്കാൻ അനുമതിയുള്ള സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? KSBC, KSCCF ആണ്, അതായത് കേരള സ്റ്റേറ്റ് ബിവറേജസ്, അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഉണ്ട്, പിന്നെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ലിമിറ്റഡ് ഉണ്ട്. ഓക്കെ, കൺസ്യൂമർ ഫെഡറേഷൻ ലിമിറ്റഡ് ഉണ്ട്. അങ്ങനെ FL1 ലൈസൻസിന് കീഴിൽ മദ്യം വിൽക്കാൻ അനുമതിയുള്ള സ്ഥാപനങ്ങൾ ഓർത്തിരിക്കുക. KSBC, കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ്, അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് ഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ലിമിറ്റഡ്. ഓക്കെ, അപ്പോൾ മേൽ പറഞ്ഞ കോർപ്പറേഷനുകൾക്കോ ഫെഡറേഷനുകൾക്കോ അനുവദിക്കേണ്ട FL1 ഷോപ്പുകളുടെ എണ്ണം തീരുമാനിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് എക്സൈസ് കമ്മീഷണറാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ മേൽ പറഞ്ഞ കോർപ്പറേഷനുകൾക്ക് അല്ലെങ്കിൽ ഫെഡറേഷനുകൾക്ക് അനുവദിക്കേണ്ട FL1 ഷോപ്പുകളുടെ എണ്ണം തീരുമാനിക്കുന്നത് ആരാണ്? നമ്മുടെ എക്സൈസ് കമ്മീഷണറാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ അത് ഈ ഒരു കടകൾ, ആ ഷോപ്പിൻ്റെ ശേഷി, എത്രമാത്രം കൊള്ളാൻ കഴിയുമെന്നുള്ള ശേഷി, അതുപോലെ അവയുടെ ലഭ്യത എന്നിവയുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഈ ഒരു കാര്യം തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലൈസൻസ് അനുവദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറാണ്. ലൈസൻസ് ഫീ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ടൈം ടു ടൈം എന്ത് ചെയ്യുക, ആ ഒരു ഫീ ചേഞ്ച് ചെയ്യുക എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അനുസരിച്ചാണ് എൻ്റെ ലൈസൻസിൻ്റെ ഫീ വരുന്നത്, അത് ഓർത്തിരിക്കുക. അപ്പോൾ FL1 ലൈസൻസ് ആർക്കുള്ള ലൈസൻസാണ്? ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? എക്സ്ക്ലൂസീവിറ്റി KSBC ആൻഡ് KSCCF ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. കേരള സ്റ്റേറ്റ് ബീവറേജ്, നമ്മുടെ ലോക്കൽ ബീവറേജ് ഒക്കെ വഴി, അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ്, അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ലിമിറ്റഡ് ഒക്കെ വഴി വിദേശ മദ്യം സീൽ ചെയ്ത കുപ്പികളിൽ പൊതുജനങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിച്ചിട്ടുള്ള ലൈസൻസാണ് ഏത്? FL1 ലൈസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ ടെമ്പിൾ, മോസ്ക്, അങ്ങനെയൊക്കെ ഉള്ള നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥാനങ്ങളിൽ നിന്ന് ഡിസ്റ്റൻസ് എത്ര വേണം? 200 മീറ്റർ ഡിസ്റ്റൻസ് വേണം ഈ ഒരു ലൈസൻസ് അനുവദിക്കുന്ന ഒരു ബീവറേജിന് അല്ലെങ്കിൽ KSCCFൻ്റെയൊക്കെ ഔട്ട്ലെറ്റുകൾക്ക് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. 200 മീറ്റർ ഡിസ്റ്റൻസിലായിരിക്കണം ഈ FL1 ഷോപ്പുകൾ അനുവദിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക്
ഡിസ്റ്റൻസ് റൂള് പറഞ്ഞ സ്ഥിതിക്ക് അത് ജസ്റ്റ് ഒന്ന് പറയാം. അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അല്ലെങ്കിൽ ക്ഷേത്രം, പള്ളി, മോസ്ക്, അതുപോലെ തന്നെ ശ്മശാനം, ഗ്രൗണ്ട്, അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ കോളനികൾ എന്നിവയുടെ 200 മീറ്ററിനുള്ളിൽ FL1 ലൈസൻസ് കടകൾ ഒന്നും പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് റൂൾ എത്രയാണ് പാലിക്കേണ്ടത്? 200 മീറ്റർ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അതുപോലെ തന്നെ FL1 ലൈസൻസി തനിക്കുള്ള വിദേശ മദ്യം വാങ്ങേണ്ടതെന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തെ FL9 ലൈസൻസികളിൽ നിന്നാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. എന്താണ് പറഞ്ഞത്? FL1 ലൈസൻസി, അതായത് നമ്മുടെ KSBC, KCCF അവർ മദ്യം എവിടെ നിന്നാണ് എടുക്കേണ്ടത്? സംസ്ഥാനത്തെ FL9 ലൈസൻസികളിൽ നിന്നാണ് എടുക്കേണ്ടത്. കണ്ടോ, FL1 ലൈസൻസികൾ തനിക്കുള്ള വിദേശ മദ്യം എവിടെ നിന്നാണ് വാങ്ങേണ്ടത്? FL9 നിന്നാണ് വാങ്ങേണ്ടത്. ടു KSBC ഫോർ ദ പൊസഷൻ ആൻഡ് സപ്ലൈ ഓഫ് ഫോറിൻ ലിക്വർ ഇൻ ഹോൾസെയിൽ ടു അതർ FL ലൈസൻസീസ്. ഓക്കെ, അപ്പോൾ അതിന് എന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഡിസ്റ്റൻസ് റൂളിനകത്ത്. ആ ലൈസൻസ് FL9 ലൈസൻസ് കൊടുക്കുന്നത് എക്സൈസ് കമ്മീഷണറാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫീ എന്ന് പറയുന്നത് ടൈം ടു ടൈം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഓരോ വർഷം ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ FL9 ലൈസൻസ് സ്ഥാപനങ്ങളിൽ നിന്നാണ് FL1 ലൈസൻസി തനിക്കുള്ള മദ്യം, വിദേശ മദ്യം വാങ്ങേണ്ടത് എന്നുള്ള കാര്യം കൂടി ഇവിടെ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ FL1 ലൈസൻസിന് കീഴിൽ നമ്മളിപ്പം ബിവറേജിൻ്റെയൊക്കെ കടയുടെ പരിസരത്തിരുന്ന് മദ്യം കഴിക്കുവാൻ അനുവദിക്കുന്നതല്ല. മേടിച്ച് വീട്ടിൽ കൊണ്ടുവച്ച് കഴിച്ചോണം. ഓക്കെ, ഇനി അതുപോലെ തന്നെ FL1 ലൈസൻസിന് ഉള്ള ആളുകൾ മറ്റ് ലൈസൻസികൾക്ക് വിദേശ മദ്യം വിൽക്കുവാൻ പാടില്ല. അതുപോലെ തന്നെ സീൽ ചെയ്ത കുപ്പിയിൽ മാത്രമേ മദ്യം വിൽക്കുവാനും അനുവാദമുള്ളൂ. അതായത് FL1 ലൈസൻസികൾക്കുള്ളവർക്ക് അടുത്തുള്ള ബാറുകളിലേക്കൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? മദ്യം വിൽക്കുവാൻ പാടില്ല. അവർ പൊതുജനങ്ങൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? FL1 ലൈസൻസ് ഉള്ളവർ മദ്യം വിൽക്കുവാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഈ ലൈസൻസ് ഷോപ്പിന് സമീപമിരുന്ന് പരിസരത്തിരുന്ന് മദ്യം കഴിക്കാൻ അനുവദിക്കുന്നതല്ല എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഇവിടുന്ന് സീൽ ചെയ്ത കുപ്പികളിലായിരിക്കും മദ്യം കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു മദ്യം മേടിച്ച് എന്ത് ചെയ്യുക? വീട്ടിൽ കൊണ്ടുവരുന്ന് കഴിക്കുക. ഓക്കെ, അപ്പോൾ FL1 ലൈസൻസിൻ്റെ പ്രത്യേകതകളാണ് അതൊക്കെ ഓർത്തിരിക്കുക. അതായത് ഈ ലൈസൻസ് കീഴിൽ പ്രവർത്തിക്കുന്ന മദ്യക്കടയുടെ സമീപത്തിരുന്നത് കഴിക്കാൻ പാടില്ല. ഈ ഒരു ലൈസൻസ് ഉള്ള ആൾ മറ്റ് ലൈസൻസുകൾക്ക് വിദേശ മദ്യം വിൽക്കുവാൻ പാടില്ല. സീൽ ചെയ്ത കുപ്പികളിൽ മാത്രമേ മദ്യം അനുവദിക്കുവാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് റൂള് 200 മീറ്റർ പാലിക്കണമെന്നും ഉണ്ട്. അതുപോലെ തന്നെ FL1 ലൈസൻസ് തനിക്കുള്ള വിദേശ മദ്യം വാങ്ങേണ്ടത് സംസ്ഥാനത്തെ FL9 ലൈസൻസുകളിൽ നിന്നാണെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് FL3 ലൈസൻസ് ആണ്. FL3 ലൈസൻസ് ആണ്. അപ്പോൾ ഇത് അനുവദിക്കുന്നത് എക്സൈസ് കമ്മീഷണറാണ്. ഓക്കെ, എക്സൈസ് കമ്മീഷണർ അണ്ടർ ഓർഡേഴ്സ് ഓഫ് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് പ്രകാരം എക്സൈസ് കമ്മീഷണറാണ് എന്ത് അനുവദിക്കുന്നത്? FL3 ലൈസൻസുകൾ അനുവദിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലൈസൻസ് ഹോട്ടൽസ് ഹാവിങ് 3 സ്റ്റാർ ആൻഡ് എബോവ് ക്ലാസിഫിക്കേഷൻ, 3 സ്റ്റാർ തൊട്ട് മുകളിലോട്ടുള്ള ഹോട്ടലുകൾക്ക് കൊടുക്കുന്ന ലൈസൻസാണ്. മദ്യം വിളമ്പുന്നതിനുള്ള ലൈസൻസാണ് എന്ത്? FL3 ലൈസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസ്റ്റൻസ് റൂൾ എന്ന് പറയുന്നത് 200 മീറ്റേഴ്സാണ്. 50 മീറ്റേഴ്സ് ഫോർ ഹോട്ടൽസ് ഹാവിങ് 4 സ്റ്റാർ ആൻഡ് എബോവ് സ്റ്റാൻഡേർഡ് എന്നും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതായത് ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനം, ക്ഷേത്രം, പള്ളി, മോസ്ക്, ശ്മശാന ഗ്രൗണ്ട്, പട്ടികജാതി പട്ടികവർഗ കോളനി എന്നിവയുടെ 200 മീറ്ററിനുള്ളിലാണ് ഹോട്ടലുകൾ സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ആ ഹോട്ടലുകൾക്ക് FL3 ലൈസൻസ് നൽകരുതെന്ന് ഉണ്ട്. പക്ഷേ 4 സ്റ്റാറിനും അതിന് മുകളിലോട്ടുമാണ് 4 സ്റ്റാർ, 5 സ്റ്റാർ, 7 സ്റ്റാർ ഹോട്ടലുകളൊക്കെ ആണെങ്കിൽ ദൂരപരിധി 50 മീറ്റർ മതിയെന്നും ഉണ്ട് റൂള്. ഓക്കെ, അത് ഓർത്തിരിക്കുക. 4 സ്റ്റാറിന് മുകളിലോട്ടുള്ള ഹോട്ടലുകളാണെങ്കിൽ എന്ത് മതി? 50 മീറ്റർ മതി. ഏതിന്? FL3 ലൈസൻസിന്. ഓർത്തിരിക്കുക. FL3 ലൈസൻസ് കൊടുക്കുന്നത് ആരാണ്? എക്സൈസ് കമ്മീഷണറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനുള്ള ഫീയും നമ്മുടെ ഒരു ഓരോ വർഷം ഗവൺമെൻറ് തീരുമാനിക്കുന്ന ഒരു ഫീ ആണ് ഇതിന് വരുന്നതെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. FL3 അപ്പോൾ ലൈസൻസ് ആർക്കാണ് കൊടുക്കുന്നത്? ഹോട്ടൽസ് ഹാവിങ് 3 സ്റ്റാർ ആൻഡ് എബോവ് ക്ലാസിഫിക്കേഷനാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ലൈസൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹോട്ടലിൻ്റെ കാര്യം അറിയാമല്ലോ, അവിടെ ബാർ ഉണ്ടാവും. അപ്പോൾ ആ ബാറിൽ അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ FL3 ലൈസൻസ് പ്രകാരം പ്രവർത്തിക്കുന്ന കടകളുടെ പരിസരത്തിരുന്നുള്ള ഉപഭോഗം എന്താണ്? അനുവദനീയമാണ്. FL1 അത് അനുവദനീയമല്ലായിരുന്നു. ഇവിടെ എന്താണത്? അനുവദനീയമാണ്. അതുപോലെ തന്നെ സീൽ ചെയ്യാത്ത കുപ്പികളിൽ മദ്യം വിൽക്കാം. അവിടെ കണ്ടിട്ടില്ലേ, പൊട്ടിച്ച് ബാറുകളിൽ ഈ സാധനം ഗ്ലാസ്സുകളിൽ ഒഴിച്ച് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുന്ന കണ്ടിട്ടില്ലേ? അപ്പോൾ അത് സീൽ ചെയ്യാത്ത കുപ്പികളിൽ എന്ത് ചെയ്യാൻ പറ്റും? മദ്യം വിൽക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ FL3 ലൈസൻസ് ഉള്ള ഹോട്ടലിൽ താമസിക്കുന്നവർക്ക് മുറികളിലോ ഭക്ഷണം കഴിക്കുന്ന റെസ്റ്റോറൻറ്റുകളിലോ മദ്യം വിൽക്കുകയും വാങ്ങുകയും ചെയ്യാം. എന്നാൽ ഇത്തരം ഹോട്ടലുകളിൽ കുടുംബത്തിന് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമായി റെസ്റ്റോറൻറ്റുകൾ ഉണ്ടെങ്കിൽ അവിടെ മദ്യം വിളമ്പാൻ പാടില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതായത് FL3 ലൈസൻസ് ഉള്ള ഹോട്ടൽ, അപ്പോൾ അവിടെ താമസിക്കുന്നവർക്ക് മുറികളിലോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന റെസ്റ്റോറൻറ്റുകളിൽ എന്ത് ചെയ്യാൻ പറ്റും? മദ്യം വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം. പക്ഷേ അത്തരം ഹോട്ടലുകൾ ഇപ്പോൾ ഈ ഫാമിലീസ് വന്ന് ഫുഡ് കഴിക്കുന്ന റെസ്റ്റോറൻറ്റുകളാണെന്നുണ്ടെങ്കിൽ ആ റെസ്റ്റോറൻറ്റിൽ എന്ത് ചെയ്യാൻ പാടില്ല? മദ്യം വിളമ്പുവാൻ പാടില്ല. അതുകൂടി ഓർത്തിരിക്കുക. അപ്പോൾ നമ്മുടെ എക്സൈസ് കമ്മീഷണറാണ് ഇതിനൊരു ലൈസൻസ് കൊടുക്കുന്നത്.
സംസ്ഥാനത്തെ FL9 ലൈസൻസുകളിൽ നിന്ന് മാത്രമേ FL3 ലൈസൻസിക്ക് വിദേശ മദ്യം വാങ്ങുവാനും പാടുള്ളൂ. FL9 ലൈസൻസിയുടെ കയ്യിൽ നിന്ന്. അപ്പം FL1 ലൈസൻസിക്കും അതുപോലെ തന്നെ FL3 ലൈസൻസിക്കും ആരുടെ കയ്യിൽ നിന്നാണ് മദ്യം വാങ്ങാൻ കഴിയുന്നത്? FL9 ലൈസൻസിൻ്റെ കയ്യിൽ നിന്നാണ് മദ്യം വാങ്ങാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ FL3 ലൈസൻസിക്ക് വാർഷിക വാടക അടച്ച് എന്ത് ചെയ്യാം? എക്സൈസ് കമ്മീഷനിൽ നിന്ന് ഒരു പ്രത്യേക പെർമിറ്റ് ലഭിക്കുകയാണെങ്കിൽ നീന്തൽക്കുളങ്ങളുടെ അരികിലും ഹോട്ടലുകളുടെ പുൽമേടുകളിലും മട്ടുപ്പാവിലെ പൂന്തോട്ടങ്ങളിലും ബാങ്കറ്റ് ഹാളിൽ നടക്കുന്ന ചടങ്ങുകളിലും ഭക്ഷണത്തോടൊപ്പം മദ്യം വിളമ്പാം. അപ്പോൾ FL3 ലൈസൻസിക്ക് ഒരു അധിക തുകയുണ്ട്. അത് അവർ നിശ്ചയിക്കുന്ന പ്രകാരം അത് അടയ്ക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ സ്വിമ്മിംഗ് പൂൾസൊക്കെ ഉണ്ടല്ലോ, 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ സ്വിമ്മിംഗ് പൂൾസ് അല്ലെങ്കിൽ 3 സ്റ്റാറിന് മുകളിലോട്ടുള്ള ഹോട്ടലിലൊക്കെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ആ സ്വിമ്മിംഗ് പൂളിൻ്റെ അരികിലൊക്കെ ഇരുന്നും അതുപോലെ തന്നെ ഇപ്പോൾ ഹോട്ടലിൽ പുൽമേടുകളുണ്ടാവും, മട്ടുപ്പാവിലെ പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ബാങ്കറ്റ് ഹാളുകളുണ്ടാവും. അവിടെ നടക്കുന്ന ചടങ്ങുകളിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഭക്ഷണത്തോടൊപ്പം എന്ത് ചെയ്യാൻ പറ്റും? മദ്യം വിളമ്പാം. അതിന് എന്ത് ചെയ്യണം? പ്രത്യേകം തുക അടയ്ക്കണം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്രകാരം അധികമായിട്ട് ഒരു തുക അടയ്ക്കുമ്പോൾ എക്സൈസ് കമ്മീഷണർ മുൻകൂർ അനുമതിയോടെ ഹോട്ടലിൽ ലൈസൻസ് ഉള്ള ബാർ റൂമുകളിൽ ഒന്നിലധികം ബാർ കൗണ്ടറുകൾ സ്ഥാപിക്കാൻ അയാൾക്ക് അനുവാദം ലഭിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ. അതുപോലെ തന്നെ അധികമായിട്ട് ഈ ഒരു തുക അടയ്ക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കമ്മീഷണറുടെ അനുമതിയോടെ തന്നെ ഹോട്ടലിൻ്റെ ലൈസൻസ് ഉള്ള ബാർ റൂമുകളിൽ ഒന്നിലധികം ബാർ കൗണ്ടറുകൾ സ്ഥാപിക്കാൻ പറ്റും. ഓക്കെ. ഒന്നിലധികം എന്ത് സ്ഥാപിക്കാൻ പറ്റും? ബാർ കൗണ്ടറുകൾ സ്ഥാപിക്കാൻ പറ്റും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ FL3 ലൈസൻസിൻ്റെ ഉടമ ഹോട്ടലുകളുടെ പരിസരത്തോ ഹോട്ടലിൻ്റെ ലൈസൻസ് ഉള്ള ബാർ റൂമിൽ അല്ലാതെ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ കൗണ്ടർ സ്ഥാപിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത്. ഓക്കെ. അതായത് FL3 ലൈസൻസിൻ്റെ ഉടമ ഹോട്ടലുകളുടെ പരിസരത്തോ ഹോട്ടലിൻ്റെ ലൈസൻസ് ഉള്ള ബാർ റൂമിലല്ലാതെ മറ്റേതെങ്കിലും സ്ഥലത്ത് എന്ത് ചെയ്യാൻ പാടില്ല? കൗണ്ടറുകൾ സ്ഥാപിക്കുവാൻ പാടില്ല എന്നുണ്ട്. ഓക്കെ. അത് ഓർത്തിരിക്കുക. അപ്പം അതുപോലെ തന്നെ ആവശ്യകത അനുസരിച്ച് എക്സൈസ് കമ്മീഷണർ മുൻകൂർ അനുമതിയോടെ അത്തരം ബാർ കൗണ്ടറുകൾ ഹോട്ടൽ പരിസരത്ത് സ്ഥാപിച്ച് മദ്യം വിൽക്കാവുന്നതാണ്. എന്നാൽ അതിൻ്റെ ശരിയായ കണക്ക് ഒരു പ്രത്യേക രജിസ്റ്ററിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തണമെന്നുണ്ട്. ഓക്കെ. അതായത് ഒരു അഡീഷണൽ തുക കൊടുക്കുകയാണെങ്കിൽ എക്സൈസ് കമ്മീഷണർ മുൻകൂറായിട്ട് അനുമതിയോടുകൂടി എന്ത് ചെയ്യുക? അടയ്ക്കുകയാണെങ്കിൽ ബാർ കൗണ്ടറുകൾ ഹോട്ടൽ പരിസരത്ത് സ്ഥാപിച്ച് എന്ത് ചെയ്യാൻ പറ്റും? മദ്യം വിൽക്കുവാനായിട്ട് പറ്റും. പക്ഷേ ഇതിനെല്ലാം ഇങ്ങനെ വിൽക്കുന്നതിനെല്ലാം എന്ത് ചെയ്യണം? കൃത്യമായിട്ട് രജിസ്റ്റർ, സ്റ്റോക്ക് രജിസ്റ്ററും അതുപോലെ തന്നെ ഇതുപോലെ ഇൻസ്പെക്ഷൻ രജിസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് പല രജിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആ രജിസ്റ്ററുകളെല്ലാം കൃത്യമായിട്ട് കണക്ക് രേഖപ്പെടുത്തണം. അപ്പോൾ അതിനകത്തെല്ലാം ഈ കുപ്പികൾക്കെല്ലാം സീരിയൽ നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന സീരിയൽ നമ്പർ മുതൽ ഇന്ന സീരിയൽ നമ്പറുള്ള കുപ്പികളാണ് അവിടെ ഉള്ളതെന്നും വിറ്റ് കഴിഞ്ഞ കുപ്പികൾ ഏതൊക്കെയാണെന്നും അതെല്ലാം എന്ത് ചെയ്യണം? അതിനകത്ത് കറക്റ്റായിട്ട് ഡീറ്റെയിൽഡായിട്ട് നോട്ട് ചെയ്യണമെന്നുണ്ട്. ഈ രജിസ്റ്ററിനകത്ത് ഇതെല്ലാം എൻ്റർ ചെയ്യണമെന്നുണ്ട്. ഓക്കെ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് FL3 ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ. FL3 ലൈസൻസ് ആർക്കാണ് കൊടുത്തിരിക്കുന്നത് ഓർത്തിരിക്കുക? ഹോട്ടൽസ് ഹാവിങ് 3 സ്റ്റാർ ആൻഡ് എബവ് ക്ലാസിഫിക്കേഷൻ. 3 സ്റ്റാറിന് മുകളിലുള്ള ഹോട്ടലുകൾക്കാണ് ഈ ഒരു ലൈസൻസ് കൊടുക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഈ ലൈസൻസ് നൽകുന്നത് ആരാണ്? എക്സൈസ് കമ്മീഷനാണ് നൽകുന്നത്. ഡിസ്റ്റൻസ് റൂൾ അനുസരിച്ച് 200 മീറ്ററാണ്. പക്ഷേ 4 സ്റ്റാറിനും 5 സ്റ്റാറിനും 4 സ്റ്റാറിന് മുകളിൽ 4 സ്റ്റാറോ അല്ലെങ്കിൽ അതിന് മുകളിലോ ഉള്ള ഹോട്ടലുകൾക്കാണെങ്കിൽ 50 മീറ്റർ മതി എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഓക്കെ. FL4 ലൈസൻസ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിലും എന്തിനാണ് കൊടുക്കുന്നതെന്നുള്ളവരെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ക്ലബ്സ് വിച്ച് കാറ്റർ സോൾലി ടു റിക്വയർമെൻറ്റ്സ് ഓഫ് സീമെൻ ആൻഡ് മറൈൻ ഓഫീസേഴ്സ് ആൻഡ് വിച്ച് ആർ വർക്കിംഗ് അണ്ടർ ദ ഓസ്പീഷ്യസ് ആൻഡ് ഗൈഡൻസ് ഓഫ് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ്. ഓക്കെ. അപ്പോൾ ഷിപ്പുമായി ബന്ധപ്പെട്ട് സീമെനും മറൈൻ ഓഫീസേഴ്സിനും അങ്ങനെയൊക്കെയുള്ള അവിടെ കൊടുക്കുന്ന ഒരു ലൈസൻസ്, ക്ലബ്ബുകളിൽ കൊടുക്കുന്ന ഒരു ലൈസൻസാണ് FL4 ലൈസൻസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി FL4A എക്സിസ്റ്റിംഗ് ക്ലബ്സ് വിച്ച് ഹാസ് കംപ്ലീറ്റഡ് 10 years ഓഫ് എക്സിസ്റ്റൻസ് ആൻഡ് രജിസ്റ്റേർഡ് ആസ് എ സൊസൈറ്റി. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലബ്ബുകളുണ്ടല്ലോ, അത് കംപ്ലീറ്റ് ചെയ്തു 10 years ആൻഡ് എക്സിസ്റ്റൻസ് രജിസ്റ്റേർഡ് ആസ് എ സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്ലബ്ബുകളുണ്ട്. അങ്ങനെയുള്ള ക്ലബ്ബുകൾക്ക് കൊടുക്കുന്നതാണ് 4A ലൈസൻസ് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. കാരണം ഇൻ കേസ് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചേരുമ്പടിയൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്. ഇനി FL5 നോക്കുക. ഫോർ സെയിൽ ഓഫ് മെഡിക്കേറ്റഡ് വൈൻസ് ആൻഡ് സിമിലർ പ്രിപ്പറേഷൻസ്. ഓക്കെ. ഫോർ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള വൈന് അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതിനുള്ള ലൈസൻസ് ആണ് FL5 ലൈസൻസ് എന്ന് പറയുന്നത്. ഓക്കെ. സിമിലർ പ്രിപ്പറേഷൻസ്, മെഡിക്കേറ്റഡ് വൈൻസിനൊക്കെ കൊടുക്കുന്നതാണ് FL5 ലൈസൻസ് എന്ന് പറയുന്നത്. ഇനി FL6 ലൈസൻസ് എന്ന് പറയുന്നത് വെൻ ദ സർക്കംസ്റ്റാൻസസ് ഡസ് നോട്ട് അലൗ ദ ഇഷ്യൂ ഓഫ് ലൈസൻസ് ഓഫ് എനി അതർ ഡിസ്ക്രിപ്ഷൻസ് ഓൺ സച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോർ സച്ച് പീരീഡ്സ് ആസ് ദ എക്സൈസ് കമ്മീഷണർ മേ ഡിറ്റർമൈൻ ആൻ ഈച്ച് ഒക്കേഷൻ. ഒരു ഒക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് എക്സൈസ് കമ്മീഷണർ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല, ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പീരീഡിലേക്ക് കൊടുക്കുന്ന ഒരു ലൈസൻസാണ് FL6 ലൈസൻസ് എന്ന് പറയുന്നത്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. ഇനി FL7 ലൈസൻസ് എയർ കാറ്ററേഴ്സ് ആൻഡ് ഫ്ലൈറ്റ് സർവീസ് ഓപ്പറേറ്റേഴ്സ് മെയിൻറ്റെയിനിങ് ലോഞ്ച് ബാർ ഇൻ ഇൻ്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് എയർപോർട്ട്സ്. എയർപോർട്ടുകളിൽ കൊടുക്കുന്ന ഒരു ലൈസൻസാണ് FL7 ലൈസൻസ് എന്ന് ഓർത്തിരിക്കുക. എയർപോർട്ടുകളിൽ കൊടുക്കുന്ന ഒരു ലൈസൻസ്. ഓക്കെ.
ഇനി FL8 ലൈസൻസ് ക്യാൻറ്റീൻസ് ആൻഡ് മെസ്സസ് അറ്റാച്ച്ഡ് ടു മിലിറ്ററി യൂണിറ്റ്സിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ക്യാൻറ്റീൻസുകളും മെസ്സസും ഒക്കെ ഉണ്ട്. ഓക്കെ, ലിക്കർ കൊടുക്കുന്നത്. അപ്പോൾ അവർക്കുള്ള ലൈസൻസാണ് എന്ത് FL8 ലൈസൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി FL8A എന്ന് പറയുന്ന ക്യാൻറ്റീൻസ് ആൻഡ് മെസ്സസ് അറ്റാച്ച്ഡ് ടു സെൻട്രൽ പോലീസ് യൂണിറ്റ് ആണ് കേട്ടോ. സെൻട്രൽ പോലീസ് യൂണിറ്റിന് കൊടുക്കുന്ന ലൈസൻസാണ്. സെൻട്രൽ പോലീസ് യൂണിറ്റുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ക്യാൻറ്റീൻസിനും മെസ്സിനും കൊടുക്കുന്ന ലൈസൻസാണ് എന്ത് FL8A എന്ന് പറയുന്നത്. FL8 എന്ന് പറയുന്നത് എന്തായിരുന്നു? മിലിറ്ററി യൂണിറ്റ്സുമായിട്ട് അറ്റാച്ച് ചെയ്തേക്കുന്ന ക്യാൻറ്റീൻസും മെസ്സസുമായിട്ട് ഉള്ള ലൈസൻസാണ് എന്ത് FL8 ലൈസൻസ് എന്ന് പറയുന്നത്. ഇനി FL9 ലൈസൻസ് നേരത്തെ പറഞ്ഞു, ടു KSBC ഫോർ ദ പൊസഷൻ ഓഫ് സപ്ലൈ ഫോറിൻ ലിക്കർ ഇൻ ഹോൾസെയിൽ ടു അതർ FL ലൈസൻസി. ഓക്കെ, FL1നും FL3 പോലുള്ള ലൈസൻസ് ഷോപ്പുകൾക്കും മദ്യം നൽകുന്നതിന് ഉള്ള സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന ലൈസൻസാണ് എന്ത് FL9 ലൈസൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി FL10 ലൈസൻസ് ഫോർ ദ പൊസഷൻ ആൻഡ് സപ്ലൈ ഓഫ് ഫോറിൻ ലിക്കർ ഇൻ ഹോൾസെയിൽ ബൈ ഓതറൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. ഓക്കെ, ഓതറൈസ്ഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്താണ് പൊസഷൻ ആൻഡ് സപ്ലൈ ഓഫ് ഫോറിൻ ലിക്കർ ഇൻ ഹോൾസെയിൽ ആയിട്ട് നടത്തുന്നതിന് വേണ്ടി കൊടുക്കുന്ന ലൈസൻസാണ് എന്ത് FL10 ലൈസൻസ് എന്ന് പറയുന്നത്. ഇനി FL11 ലൈസൻസ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. FL11 ലൈസൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഹോട്ടൽസ് ഹാവിംഗ് 3 സ്റ്റാർ ആൻഡ് എബോവ് ക്ലാസിഫിക്കേഷൻസ്, ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ് ഓൺഡ് ഓർ റൺ ബൈ KTDC, hotels having 1 star and 2 star classification, restaurant approved by Ministry of Tourism, Government of India, restaurant classified by Tourism Department, Government of Kerala in tourist centers approved by Government in Taxes Department. ഓക്കെ, FL11 ലൈസൻസ് അനുവദിക്കുന്നത് എക്സൈസ് കമ്മീഷണറാണ്. ഓക്കെ, അപ്പോൾ KTDC ലിമിറ്റഡിൻ്റെ ഉടമസ്ഥതയിലുള്ള ഹോട്ടൽ, KTDC ഹോട്ടലുകളുണ്ടല്ലോ, അതുപോലെ തന്നെ മോട്ടലുകളുണ്ട്, മോട്ടൽ ആരംസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, മോട്ടലുകൾ, റിസോർട്ടുകളുണ്ട്, അതുപോലെ തന്നെ കാറ്ററിംഗ് സ്ഥാപനങ്ങളുണ്ട്, 3 സ്റ്റാർ 4 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലുകളുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ 5 സ്റ്റാർ ഡീലക്സ് ഉണ്ട്, ഹെറിറ്റേജ് ഗ്രാൻഡ് ഉണ്ട്, ഹെറിറ്റേജ് ക്ലാസിക്, പിന്നെ നമ്മുടെ നികുതി വകുപ്പിൽ സർക്കാർ അംഗീകരിച്ച ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ. ഓക്കെ, ഗവൺമെൻറ് ഓഫ് കേരള ഗവൺമെൻറ് ഇൻ ടാക്സസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെ ടൂറിസം വകുപ്പ് തരംതിരിച്ചിട്ടുള്ള കുറച്ച് റെസ്റ്റോറൻറ്റുകളുണ്ട്, ഇന്ത്യൻ ടൂറിസം മന്ത്രാലയം അംഗീകരിച്ച കുറച്ച് റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള റെസ്റ്റോറൻറ്റുകളിൽ എന്ത് ചെയ്യാൻ പറ്റും, എന്തിനുള്ള FL1 ലൈസൻസ് എന്ന് പറയുന്നത് അനുവദിച്ചിട്ടുണ്ട്. ബിയർ വൈൻ പാർലർ ലൈസൻസ് ആണിത് കേട്ടോ. ബിയർ വൈൻ പാർലർ ലൈസൻസുകളാണ് FL11 ലൈസൻസ് എന്ന് പറയുന്നത്. ബിയറും വൈനും പാർലറിനുള്ള ലൈസൻസാണ്. ലിക്കർ മറ്റേതെന്ന് പറഞ്ഞാൽ ലിക്കേഴ്സാണ്. ഇത് ബിയർ ആൻഡ് വൈൻ പാർലർ ലൈസൻസ് എന്ന് പറയത്തില്ലേ, അതാണ് ഇതെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. FL11 ലൈസൻസ് എന്ന് പറഞ്ഞാൽ ബിയർ വൈൻ പാർലർ ലൈസൻസുകളാണ്. അപ്പോൾ ഈ ഒരു ബിയർ വൈൻ പാർലറുകൾ എവിടെയൊക്കെ അനുവദിച്ചിട്ടുണ്ടെന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് 3 സ്റ്റാർ 4 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലുകളിലുണ്ട്, KTDC ലിമിറ്റഡിൻ്റെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലുകളുണ്ട്, മോട്ടലുകളിലുണ്ട്, റിസോർട്ടുകളിലുണ്ട്, അതുപോലെ തന്നെ കാറ്ററിംഗ് സ്ഥാപനങ്ങൾക്ക് കൊടുക്കും ഈ ഒരു ലൈസൻസ്. 5 സ്റ്റാർ ഡീലക്സിന് കൊടുക്കും, ഹെറിറ്റേജ് ഗ്രാൻഡിന് കൊടുക്കും, ഹെറിറ്റേജ് ക്ലാസിക്കിന് കൊടുക്കും, അതുപോലെ തന്നെ നികുതി വകുപ്പിൽ സർക്കാർ അംഗീകരിച്ചിട്ടുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട്, ഗവൺമെൻറ് ഇന്ത്യൻ ടൂറിസം മന്ത്രാലയം അംഗീകരിച്ച റെസ്റ്റോറൻറ്റുകളുണ്ട്, കേരള സർക്കാരിൻ്റെ ടൂറിസം വകുപ്പ് അംഗീകരിച്ച റെസ്റ്റോറൻറ്റുകളുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ബിയർ ആൻഡ് വൈൻ പാർലറുകൾക്ക് ലൈസൻസ് കൊടുക്കാൻ പറ്റും. കൊടുക്കുന്ന ലൈസൻസാണ് ഏത് FL11 ലൈസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസ്റ്റൻസ് റൂൾ കണ്ടോ, 200 മീറ്റേഴ്സ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. 200 മീറ്റേഴ്സ് ആണ്. ഓക്കെ, ഈ ഒരു ലൈസൻസ് കൊടുക്കുന്നവരാണ് എക്സൈസ് കമ്മീഷണറാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇനി FL12 എന്ന് പറഞ്ഞാൽ ബിയർ റീറ്റെയിൽ സെയിൽ ഔട്ട്ലെറ്റ് ലൈസൻസ് ഗ്രാൻഡ് ടു KSCCF ഫോർ സെയിൽ ഓഫ് ബിയർ. KSCCFന് എന്താണ് സെയിൽ ഓഫ് ബിയറിന് വേണ്ടിയിട്ട് ബിയർ റീറ്റെയിൽ സെയിൽ ഔട്ട്ലെറ്റുകൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള കൊടുക്കുന്ന ലൈസൻസാണ് എന്ത് FL12 ലൈസൻസ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് അല്ല, ഓർത്തിരിക്കുക. ഓക്കെ, KSCCF. ഇനി FL13 ലൈസൻസ് ഉണ്ട്. ലൈസൻസ് ഫോർ സെയിൽ ഓഫ് പബ് ബിയർ ഫോർ കൺസപ്ഷൻ ഇൻ ദ പ്രിമൈസസ് ഗ്രാൻഡഡ് ടു KSBC KTDC ജോയിൻറ്റ് സെക്ടർ ഹോട്ടൽസ് ഇൻവോൾവിംഗ് KTDC. ഓക്കെ, അപ്പോൾ ഇതിനൊരു ഡിസ്റ്റൻസ് റൂൾ ഇല്ല. എക്സൈസ് കമ്മീഷനാണ് ഈ ഒരു ലൈസൻസ് കൊടുക്കുന്നത്. ഓക്കെ, FL13 ലൈസൻസ് ഫോർ സെയിൽ ഓഫ് പബ് ബിയർ ഫോർ കൺസപ്ഷൻ ഇൻ ദ പ്രിമൈസസ്. ഓക്കെ, പബ്ബിനൊക്കെ കൊടുക്കുന്ന ബിയർ കൺസപ്ഷന് വേണ്ടിയിട്ടുള്ള ലൈസൻസാണ് എന്ത് FL13 ലൈസൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ കൈവശം വയ്ക്കാവുന്ന മദ്യത്തിൻ്റെ പറഞ്ഞു. കൈവശം വയ്ക്കാവുന്ന മദ്യത്തിൻ്റെ അളവ് ചോദിച്ചു കഴിഞ്ഞാൽ 15 ലിറ്ററാണ് കേട്ടോ ടോട്ടൽ. പക്ഷേ കൈവശം വയ്ക്കാവുന്ന വിദേശ മദ്യം ചോദിച്ചു കഴിഞ്ഞാൽ 13.5 ലിറ്ററാണ് കേട്ടോ. 13.5 ലിറ്റർ. കാരണം ടോഡി എന്ന് പറയുന്നത് വിദേശ മദ്യമല്ല, കള്ള് എന്തല്ല വിദേശ മദ്യമല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതുകൊണ്ടാണ് ജസ്റ്റ് ഇതൊന്ന് കാണിച്ചത്. അപ്പോൾ കൈവശം വയ്ക്കാവുന്ന മദ്യത്തിൻ്റെ അളവ് ചോദിച്ചു കഴിഞ്ഞാൽ 15 ലിറ്ററാണ് കേട്ടോ. ഒരാൾക്ക് കൈവശം വയ്ക്കാവുന്ന ടോട്ടൽ മദ്യത്തിൻ്റെ അളവ് എത്രയാണ്? 15 ലിറ്ററാണ്.
അപ്പം കള്ള് 1.5 ലിറ്റർ കൈവശം വയ്ക്കാം. കള്ളെന്ന് പറയുന്നത് വിദേശ മദ്യം അല്ലല്ലോ, നമ്മുടെ കൺട്രി ലിക്കറാണല്ലോ. അപ്പം കൈവശം വയ്ക്കാവുന്ന വിദേശ മദ്യത്തിൻ്റെ അളവ് 13.5 ലിറ്ററും കൈവശം വയ്ക്കാവുന്ന മദ്യത്തിൻ്റെ അളവ് എത്രയാണ്? 15 ലിറ്ററുമാണ്. ഓക്കെ, അപ്പോൾ ഒരേ സമയം കൈവശം വെച്ചിരിക്കുന്ന എല്ലാത്തരം മദ്യങ്ങളുടെ ആകെ അളവെന്ന് പറയുന്നത് 15 ലിറ്ററിൽ എന്ത് ചെയ്യാൻ പാടില്ല? കൂടാൻ പാടില്ല. അതുപോലെ തന്നെ കൊക്കോ ബ്രാൻഡി കൈവശം വയ്ക്കാവുന്ന എത്ര വയ്ക്കാവൂ? 1 ലിറ്റർ വയ്ക്കാവുന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ ലൈസൻസ് ഇല്ലാതെ ഒരു വ്യക്തിക്കും വിദേശ മദ്യം അല്ലെങ്കിൽ കൊക്കോ ബ്രാൻഡിയോ മുകളിൽ പറഞ്ഞ ഒരു പരിധിക്ക് അപ്പുറം എന്ത് ചെയ്യാം? ഈ ഒരു ടേബിളിനകത്ത് പറഞ്ഞിരിക്കുന്ന പരിധിക്ക് അപ്പുറം എന്ത് ചെയ്യാൻ പറ്റില്ല? വയ്ക്കാനായിട്ട്, കൈവശം വയ്ക്കാനായിട്ട് പറ്റില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇനി സ്ട്രെങ്ത് ഉണ്ട്, സ്ട്രെങ്ത് ഓഫ് ഫോറിൻ ലിക്കേഴ്സ് ഉണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് വിൽക്കുന്ന മദ്യങ്ങൾക്ക് എന്തുണ്ട്? ഒരു സ്ട്രെങ്ത് ഉണ്ട്. ഇവിടെ ബിയറിൻ്റെ സ്ട്രെങ്ത്, ഗാഢത എന്ന് പറയുന്നത് 6% കേട്ടോ. 6%. 6%. വി എന്ന് പറയുന്നൊരു ടേമാണ് അതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബിയറിൻ്റെ ഗാഢത എത്രയാണ്? 6%ആണെന്ന് ഓർത്തിരിക്കുക. വൈനിലെ ആൽക്കഹോളിൻ്റെ കണ്ടൻറ്റാണ് കേട്ടോ പറയുന്നത്. ആൽക്കഹോളിൻ്റെ കണ്ടൻറ്റാണ് പറയുന്നത്. ബിയറിലെ സ്പിരിറ്റിൻ്റെ അല്ലെങ്കിൽ ആൽക്കഹോളിൻ്റെ കണ്ടൻറ്റാണ് 6% എന്ന് പറയും. പക്ഷേ വൈനിൻ്റെ ആൽക്കഹോളിൻ്റെ കണ്ടൻറ്റ് അല്ലെങ്കിൽ ഗാഢത എന്ന് പറയുന്നത് എത്രയാണ്? 8% മുതൽ 15.5% വരെയാണ്. ഓക്കെ, അപ്പോൾ ബിയർ 6%, വൈന് എത്രയാണ്? 8 മുതൽ 15.5% വരെയാണ്. ഓക്കെ, മറ്റു തരത്തിലുള്ള സ്പിരിറ്റുകളുടെ കുറഞ്ഞ ഗാഢത എന്ന് പറയുന്നത് 25%. മറ്റു തരത്തിലെ സ്പിരിറ്റുകളുടെ കുറഞ്ഞ ഗാഢത എന്ന് പറയുന്നത് 25%. ഇനി നമ്മുടെ സംസ്ഥാനത്ത് വിൽക്കാൻ കഴിയുന്ന ഇറക്കുമതി ചെയ്തിട്ടുള്ള IMFലുണ്ടല്ലോ, ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കേഴ്സ്, അതിൻ്റെ ഏറ്റവും കുറഞ്ഞ ഗാഢത എന്ന് പറയുന്നത് 35%. ഓക്കെ, 35%. അപ്പോൾ ബിയർ 6%, വൈൻ 8 to 15.5%, പിന്നെ സ്പിരിറ്റ് IMFൽ എത്രയാണ്? 35%. മറ്റു തരത്തിലുള്ള സ്പിരിറ്റുകളുടെ കുറഞ്ഞ ഗാഢത എന്ന് പറയുന്നത് 25% ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ പെർമിറ്റ് ഇല്ലാതെ തന്നെ ആരും എത്ര ലിറ്റർ കൂടുതൽ സംസ്ഥാനത്തേക്ക് കൊണ്ടുപോകരുത്, അല്ലെങ്കിൽ സംസ്ഥാനത്തൊന്നും കൊണ്ടുവരരുത്. 15 ലിറ്റർ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇനി എക്സ്പോർട്ടും ഇമ്പോർട്ടും ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഇപ്പം എക്സ്പോർട്ട് ചെയ്യണമെങ്കിലും ഇമ്പോർട്ട് ചെയ്യണമെങ്കിലും ഒരു പെർമിറ്റ് വേണമെന്നുള്ള കാര്യം മനസ്സിലായി കാണും. ഓക്കെ, അപ്പോൾ ഒരു ബന്ധപ്പെട്ട ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ നൽകിയ പെർമിറ്റ് പ്രകാരം അല്ലാതെ കേരളത്തിന് പുറത്ത് ഒരു സ്ഥലത്തേക്കും വിദേശമദ്യം എന്ത് ചെയ്യാൻ പാടില്ല? കയറ്റുമതി ചെയ്യാനായിട്ട് അനുവദിക്കില്ല. എക്സ്പോർട്ടിൻ്റെ കാര്യമാണ് പറയുന്നത്. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ പെർമിറ്റ് പ്രകാരം അല്ലാതെ കേരളത്തിന് പുറത്തേക്ക് ഒരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യാൻ പാടില്ല? വിദേശമദ്യം കയറ്റുമതി ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ അതാത് ഡിവിഷനുകളിലെ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷൻ നൽകുന്ന പെർമിറ്റുകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് നിന്ന് വിദേശമദ്യം കയറ്റി മതി ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരു ജില്ലയുടെ എക്സൈസിൻ്റെ ഏറ്റവും ഉന്നത അധികാരിയാണ് ആര്? ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എന്ന് പറയുന്നത്. അപ്പോൾ അതാത് ഡിവിഷനിലെ ഓരോ ഡിവിഷൻ ഓഫീസുകളെന്ന് പറയും. ഇപ്പം കൊല്ലം ആയാലും തിരുവനന്തപുരം ആയാലും പത്തനംതിട്ട ആയാലും പിന്നെ ആലപ്പുഴ, അതുപോലെ തന്നെ പല ജില്ലകളിലും എന്താണ്, ആ ജില്ലയുടെ ഹെഡ് ഓഫീസാണ് എന്ത്? ഡിവിഷൻ ഓഫീസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ഏറ്റവും സുപ്പീരിയർ ഓഫീസറാണ് ആര്? എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം നൽകുന്ന പെർമിറ്റുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? സംസ്ഥാനത്ത് നിന്ന് വിദേശമദ്യം പുറത്തേക്ക് കയറ്റുമതി ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ അത്തരം പെർമിറ്റിൻ്റെ ഒരു പകർപ്പ് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ കയറ്റുമതി അനുവദിച്ച റേഞ്ചിൻ്റെ ചുമതലയുള്ള എക്സൈസ് ഇൻസ്പെക്ടർക്ക് അയക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ചെക്ക് പോസ്റ്റിൽ എന്ത് ചെയ്യും? ഈ ഒരു പകർപ്പ് അയച്ചു കൊടുക്കുകയും ചെയ്യും. ആര്? ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ഓഫീസിൽ നിന്ന് ചെക്ക് പോസ്റ്റിലേക്ക് ഇത് അയച്ചു കൊടുക്കും. അതുപോലെ തന്നെ കയറ്റുമതിക്കായിട്ട് പോകുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഇവരും പെർമിറ്റ് അനുവദിച്ചിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യണം? ആ ഒരു പെർമിറ്റിൻ്റെ പകർപ്പുകൾ കൊണ്ടുപോകണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കയറ്റുമതി ചെയ്യുന്ന ആളെ എക്സൈസ് അതോറിറ്റിയുടെ അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യുന്ന സംസ്ഥാനത്തിൻ്റെ രേഖാമൂലമുള്ള അനുമതി ഹാജരാക്കിയില്ല അത്തരം പെർമിറ്റ് അനുവദിക്കുവാൻ പാടില്ല എന്നും ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ കയറ്റുമതി ചെയ്യുന്ന ആളുണ്ടല്ലോ, അപ്പോൾ അദ്ദേഹത്തിന് എക്സൈസ് അതോറിറ്റിയുടെ അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യുന്ന സംസ്ഥാനം ഉണ്ടല്ലോ, ഇപ്പോൾ തമിഴ്നാട്ടിലോട്ടാണ് ഇറക്കുമതി ചെയ്യുന്നതെങ്കിൽ അപ്പോൾ അവിടുത്തെ രേഖാമൂലം ഇതുപോലെ ഇറക്കുമതി ചെയ്യുന്നുള്ള അനുമതി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല? പെർമിറ്റ് അനുവദിക്കാൻ പാടില്ല. അതായത് തമിഴ്നാട്ടിലേക്ക് ഇപ്പോൾ ഇവിടുന്ന് പെർമിറ്റ് എടുത്തിട്ട് തമിഴ്നാട്ടിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല? അനധികൃതമായിട്ട് കടത്താൻ പാടില്ല. തമിഴ്നാട്ടിൽ നിന്നുള്ള അനുമതിയുടെ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ, പേപ്പറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ പെർമിറ്റ് അനുവദിക്കാവൂ എന്ന് ഉണ്ട്. ഇനി ഒരു സംസ്ഥാനത്തു നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്കോ വിദേശത്തേക്കോ കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെ ഗാഢത, അതിൻ്റെ ലേബലിംഗ്, അളവിൽ മാറ്റങ്ങൾ വരുത്താൻ എക്സൈസ് കമ്മീഷണർക്ക് അനുമതി നൽകുക. ഇപ്പം ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഗാഢതയിലോ അതിൻ്റെ ലേബലിലോ കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ ആർക്ക് അനുമതി നൽകാൻ പറ്റും? എക്സൈസ് കമ്മീഷണർക്ക് അനുമതി നൽകാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇപ്പം ഡിഫൻസ് സർവീസ് ഉദ്യോഗസ്ഥർക്കായി നീക്കി വെച്ചിട്ടുള്ള ഈ യുദ്ധകാലങ്ങളിലും എക്സൈസ് ഓഫീസറുടെ പെർമിറ്റ് കൂടാതെ തന്നെ കയറ്റുമതി ചെയ്യാമെന്നുണ്ട്. ഓക്കെ, ഡിഫൻസ് സർവീസ് ഉദ്യോഗസ്ഥർക്കായിട്ട് നീക്കി വെച്ചിട്ടുള്ള മദ്യം യുദ്ധകാലങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും? എക്സൈസ് ഓഫീസറുടെ പെർമിറ്റ് കൂടാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ കയറ്റുമതി ചെയ്യാമെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഓക്കെ,
അപ്പോൾ അത്തരം കാര്യങ്ങളാണ് എക്സ്പോർട്ടുമായിട്ട് ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഇമ്പോർട്ടുമായിട്ടാണെങ്കിൽ ഇപ്പോൾ മദ്യം ഇറക്കുമതി ചെയ്യേണ്ട ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ നൽകിയ പെർമിറ്റ് ഇല്ലാതെ വിദേശ മദ്യം സംസ്ഥാനത്ത് ഇറക്കുമതി ചെയ്യാൻ പാടില്ല. അപ്പോൾ അതായത് ഇപ്പം നമ്മുടെ കണ്ണൂർ ജില്ലയിലേക്ക് എന്ത് ചെയ്യണം, മദ്യം ഇറക്കണം. മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് കണ്ണൂർ ജില്ലയിലേക്ക് മദ്യം ഇറക്കണമെങ്കിൽ ആ ജില്ലയുടെ ഉന്നതാധികാരിയായിട്ടുള്ള എക്സൈസിൻ്റെ ഉന്നതാധികാരിയായിട്ടുള്ള ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എന്ത് ചെയ്യണം, അതിന് അനുമതി കൊടുക്കണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഇറക്കുമതി ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇറക്കുമതി ചെയ്യാൻ പറ്റില്ല. സംസ്ഥാനത്തിന് നൽകേണ്ട എക്സൈസ് തീരുവ അടച്ചതിൻ്റെ തെളിവ് അടിസ്ഥാനത്തിൽ മാത്രമേ പെർമിറ്റ് അനുവദിക്കുള്ളൂ. അപ്പോൾ സംസ്ഥാനത്തിന് ഈ ഒരു ടാക്സ് കാര്യങ്ങൾ അടയ്ക്കണം, അതടച്ച് അതിൻ്റെ തെളിവ് ഹാജരാക്കിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പെർമിറ്റ് അനുവദിക്കുകയുള്ളൂ. ഇപ്രകാരം ഇറക്കുമതി ചെയ്യുന്ന വിദേശ മദ്യത്തിൻ്റെ ലൈസൻസി സ്റ്റോക്ക് അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടർ പരിശോധിക്കേണ്ടതാണെന്ന് പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്നത് അത് അപ്പോൾ ഇറക്കുമതി ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഗോഡൗണിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ലൈസൻസി എന്ത് ചെയ്യണം, സ്റ്റോക്ക് ആര് പരിശോധിക്കണം, എക്സൈസ് ഇൻസ്പെക്ടർ പരിശോധിച്ച് ഇത് മതിയായ അളവിൽ ഇപ്പം പറഞ്ഞിട്ടുള്ള പെർമിറ്റിനകത്ത് പറഞ്ഞിട്ടുള്ള അളവിൽ മാത്രമേ സാധനം ഇറക്കിയിട്ടുള്ളൂ എന്ന് ആര് പരിശോധിക്കണം, പരിശോധിച്ച് ഉറപ്പ് വരുത്തണം, എക്സൈസ് ഇൻസ്പെക്ടർ പരിശോധിച്ച് ഉറപ്പ് വരുത്തണം. ആര് പരിശോധിച്ച് ഉറപ്പ് വരുത്തണം, എക്സൈസ് ഇൻസ്പെക്ടർ പരിശോധിച്ച് ഉറപ്പ് വരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നിയമാനുസൃതമായിട്ടുള്ള യാത്രാരേഖകളുമായി വിദേശത്തു നിന്ന് കേരള സംസ്ഥാനത്തേക്ക് വരുന്ന വിശ്വാസയോഗ്യമായ യാത്രക്കാർക്ക് വ്യക്തിഗത ഉപയോഗത്തിന് നിയമപരമായി വാങ്ങിയ മദ്യം ഏതെങ്കിലും തരത്തിലുള്ള വിദേശ മദ്യം 1 ലിറ്ററിൽ കൂടാത്ത അളവിൽ പെർമിറ്റ് ഇല്ലാതെ ഇറക്കുമതി ചെയ്യാമെന്ന് പറയുന്നു. അതായത് വിദേശത്ത് നിന്ന് വരുന്ന സമയത്ത് ഒരാളൊരു ബോട്ടിലുമായിട്ട് വരികയാണ്, അങ്ങനെയാണെങ്കിൽ അതൊരു വിദേശ മദ്യമാണ്. അത് 1 ലിറ്ററിൽ കൂടാതെ അളവിൽ എന്ത് ചെയ്യാൻ പറ്റും, പെർമിറ്റും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. 1 ലിറ്ററേ പറ്റത്തുള്ളൂ. ഓക്കെ, നിയമാനുസൃതമായ യാത്രാരേഖകളുമായി വിദേശത്തു നിന്ന് വരുന്ന ഒരാൾക്ക്, കേരള സംസ്ഥാനത്തേക്ക് വരുന്ന ഒരാൾക്ക്, ഒരു യാത്രികന് തൻ്റെ വ്യക്തിഗത ഉപയോഗത്തിനായിട്ട് FMFL ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കർ വിദേശ നിർമ്മിത വിദേശ മദ്യം 1 ലിറ്റർ കൂടാത്ത അളവിൽ പെർമിറ്റ് ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ഡിഫൻസ് സർവീസ് ഉദ്യോഗസ്ഥർക്കായി നീക്കി വെച്ചിരിക്കുന്ന മദ്യം യുദ്ധസമയത്ത് എക്സൈസ് അതോറിറ്റിയുടെ പെർമിറ്റ് കൂടാതെ ഇറക്കുമതി ചെയ്യാവുന്നതാണ്. അപ്പം ഡിഫൻസ് സർവീസുമായി ബന്ധപ്പെട്ട് യുദ്ധ സാഹചര്യങ്ങളിലൊക്കെ യുദ്ധ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ മദ്യം ഇറക്കുമതി ചെയ്യാനും കയറ്റുമതി ചെയ്യാനും പറ്റും. അതിന് അതോറിറ്റിയുടെ പെർമിറ്റൊന്നും വേണ്ട എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അത്തരം കാര്യങ്ങളാണ് എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇനി ഫോറിൻ ലിക്കർ ബോണ്ടഡ് ആയിട്ടുള്ള വെയർ ഹൗസുകളുണ്ട്. ബോണ്ടഡ് വെയർ ഹൗസിനെ കുറിച്ച് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. എന്താണ് ബോണ്ടഡ് വെയർ ഹൗസ് എന്ന് പറയുന്നത്? ബോണ്ടഡ് വെയർ ഹൗസ് എന്ന് പറയുന്നത് എന്താണ്? വിദേശ മദ്യം സൂക്ഷിക്കുന്ന വെയർ ഹൗസ് എന്താണ്? ബോണ്ടഡ് വെയർ ഹൗസ് എന്താണ്? വിദേശ മദ്യം സൂക്ഷിക്കുന്ന കരാർ അടിസ്ഥാനത്തിലുള്ള സംഭരണ കേന്ദ്രങ്ങളാണ് എന്ത്, വെയർ ഹൗസ്, ബോണ്ടഡ് വെയർ ഹൗസുകളെന്ന് പറയുന്നത്. ബോണ്ടഡ് വെയർ ഹൗസ് ലൈസൻസ് സൂക്ഷിക്കുന്ന സ്ഥലം, ബോണ്ടഡ് വെയർ ഹൗസ് എക്സൈസ് കമ്മീഷൻ നൽകിയ BW1A ലൈസൻസ് പ്രകാരം വിദേശ മദ്യം സൂക്ഷിക്കുന്ന സ്ഥലമാണ് എന്ത്, ബോണ്ടഡ് വെയർ ഹൗസുകളെന്ന് പറയുന്നത്. അപ്പോൾ ലൈസൻസിയുടെയും എക്സൈസ് ഓഫീസറുടെയും കസ്റ്റഡിയിലുള്ള ബോണ്ടഡ് വെയർ ഹൗസിലേക്ക് ലൈസൻസിക്ക് ഡ്യൂട്ടി അടയ്ക്കാതെ തന്നെ വിദേശ മദ്യം ഇറക്കുമതി ചെയ്യാനും അത് വെയർ ഹൗസിൽ സ്റ്റോർ ചെയ്യുന്നതിനും എന്തുണ്ട്, അനുമതി ഉണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ലൈസൻസിയുടെയും എക്സൈസ് ഓഫീസറുടെയും കസ്റ്റഡിയിലുള്ള ബോണ്ടഡ് വെയർ ഹൗസിലേക്ക് ലൈസൻസിക്ക് ഡ്യൂട്ടി അടയ്ക്കാതെ തന്നെ വിദേശ മദ്യം ഇറക്കുമതി ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ബോണ്ടഡ് വെയർ ഹൗസിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ നൽകുന്ന പെർമിറ്റിനാൽ മാത്രമേ വിദേശ മദ്യം അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ. അതായത് ഇപ്പോൾ ബോണ്ടഡ് വെയർ ഹൗസിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സൈസ് ഓഫീസറുടെയോ അല്ലെങ്കിൽ ലൈസൻസിയുടെയോ കസ്റ്റഡിയിലുള്ള ഒരു ബോണ്ടഡ് വെയർ ഹൗസിലേക്ക് മദ്യം ഇവിടെ ഇറക്കുമതി ചെയ്യാൻ പറ്റും. പക്ഷേ അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന്, വിദേശ മദ്യം അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ ബോണ്ടഡ് വെയർ ഹൗസിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനുണ്ട്. അദ്ദേഹം നൽകുന്ന പെർമിറ്റിൽ മാത്രമേ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ബോണ്ടഡ് വെയർ ഹൗസിൽ നിന്നും കേരളത്തിന് പുറത്തേക്ക് ഒരു തരത്തിലുള്ള കയറ്റുമതിയും അനുവദിക്കുന്നതല്ല. ബോണ്ടഡ് വെയർ ഹൗസിൽ നിന്നും കേരളത്തിന് പുറത്തേക്ക് ഒരു തരത്തിലുള്ള കയറ്റുമതിയും അനുവദിക്കുന്നതല്ല. അതായത് ബോണ്ടഡ് വെയർ ഹൗസിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇറക്കുമതി ചെയ്ത് വെക്കാൻ പറ്റും, അനുമതി ഉണ്ടെങ്കിൽ. ലൈസൻസിയുടെ എക്സൈസ് ഓഫീസറുടെയൊക്കെ അനുമതി ഉണ്ടെങ്കിൽ എക്സൈസ് എന്ത് ചെയ്യാൻ പറ്റും, ബോണ്ടഡ് വെയർ ഹൗസിലേക്ക് നമ്മളെ ലിക്വർ എന്ത് ചെയ്യാൻ പറ്റും, ഇറക്കുമതി ചെയ്ത് വെക്കാം. എന്ത് ചെയ്യാം, തൽക്കാലത്തേക്ക് എന്ത് ചെയ്യാൻ ടാക്സും കാര്യങ്ങളൊന്നും ഡ്യൂട്ടിയൊന്നും അടയ്ക്കാതെ തന്നെ മദ്യം ഇറക്കുമതി ചെയ്യാം. പക്ഷേ അവിടുന്ന് അത് മറ്റ് ലൈസൻസി സ്ഥാപനങ്ങളിലേക്കോ അങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, അവർക്ക് വിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഡ്യൂട്ടി അടയ്ക്കണമെന്നുള്ള കാര്യം ഉണ്ട്. അത് ഓർത്തിരിക്കുക. ബോണ്ടഡ് വെയർ ഹൗസിൽ നിന്നും കേരളത്തിൻ്റെ പുറത്തേക്ക് ഒരു തരത്തിലുള്ള കയറ്റുമതി അതുപോലെ അനുവദിക്കുന്നതല്ല. ഇറക്കുമതി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഒരു കയറ്റുമതി ഇല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. വെയർ ഹൗസിൽ നിന്നും കേരളത്തിന് പുറത്തേക്ക് ഒരു തരത്തിലുള്ള കയറ്റുമതിയും അനുവദിക്കുന്നതല്ല. അപ്പം FL 8A ലൈസൻസുകൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ലൈസൻസുകൾക്ക് മാത്രമേ ബോണ്ടഡ് വെയർ ഹൗസ് ലൈസൻസ് അനുവദിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ ഒരു ലൈസൻസ് കൊടുക്കുന്ന ബോണ്ടഡ് വെയർ ഹൗസിൻ്റെ ലൈസൻസ് കൊടുക്കുന്നത് എന്തിനാണ്, ഇങ്ങനെ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈസൻസ് കൊടുക്കുന്നത്. ബോണ്ടഡ് വെയർ ഹൗസ് ലൈസൻസ്, ആ ലൈസൻസിൻ്റെ BW1A ലൈസൻസാണ്. BW1A ലൈസൻസാണ് എന്ത്, ബോണ്ടഡ് വെയർ ഹൗസിൻ്റെ ലൈസൻസുകളെന്ന് പറയുന്നത്. അപ്പോൾ FL 8A ലൈസൻസുകൾ അത് ഓർമ്മയുണ്ടോ? FL 8A കണ്ടോ, FL 8A ലൈസൻസുകൾ കണ്ടോ? ക്യാൻറ്റീൻസ് ആൻഡ് മെസ്സസ് അറ്റാച്ച്ഡ് ടു മിലിറ്ററി യൂണിറ്റ്സും അതുപോലെ തന്നെ ക്യാൻറ്റീൻ ആൻഡ് മെസ്സസ് അറ്റാച്ച്ഡ് ടു സെൻട്രൽ പോലീസ് യൂണിറ്റും.
അപ്പം ഈ ഒരു മിലിറ്ററി അല്ലെങ്കിൽ സെൻട്രൽ പോലീസ് യൂണിറ്റിൻ്റെ ആവശ്യകതയിലേക്ക് ഇറക്കുന്ന മദ്യമാണ്. അപ്പോൾ അതിന് ഡ്യൂട്ടി അടയ്ക്കേണ്ടതില്ല. അപ്പോൾ ലൈസൻസികളുടെയും എക്സൈസ് ഓഫീസറുടെയും കസ്റ്റഡിയിലുള്ള ബോർഡർ വെയർഹൗസിലേക്ക് ഇതുപോലെ മദ്യം ഇറക്കി വയ്ക്കാമെന്ന് പറയുന്നുണ്ട്. അവിടെ നിന്ന് കേരളത്തിന് പുറത്തേക്ക് ഒരിക്കലും അത് എന്ത് ചെയ്യാൻ പാടില്ല, കയറ്റുമതി അനുവദനീയമല്ല. ഈ ഒരു ബോണ്ടഡ് വെയർഹൗസിൻ്റെ ലൈസൻസുകൾ കൊടുക്കുന്നത് BW1A ലൈസൻസ് കൊടുക്കുന്നത് ആർക്കാണ്? FL8A ലൈസൻസുകൾ ഉള്ളവർക്ക് മാത്രമേ ഇത് അനുവദിക്കുകയുള്ളൂ എന്നും ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ കള്ള് ഷാപ്പുകളുടെയൊക്കെ അല്ലെങ്കിൽ മദ്യത്തിൻ്റെ ചില്ലറ ഉൽപ്പന്ന കേന്ദ്രങ്ങൾ, ബിവറേജുകൾ, ഔട്ട്ലെറ്റുകളൊക്കെ പ്രവർത്തിക്കുന്ന സമയം എത്രയാണ്? 12 മണിക്കൂറാണ്. ഓക്കെ, 12 മണിക്കൂറാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. കള്ള് അല്ലെങ്കിൽ മദ്യത്തിൻ്റെ ചില്ലറ വിൽപ്പന FL1 ഷോപ്പുകൾ ഒരു ദിവസത്തിൽ എത്ര മണിക്കൂർ പ്രവർത്തിക്കും? 12 മണിക്കൂർ പ്രവർത്തിക്കും. ഏത് സമയം മുതൽ ഏത് സമയം വരെ? രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെയാണ് അവ പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഇനി പ്രത്യേക അവസരങ്ങളിൽ എന്തെങ്കിലും മേളകളോ അല്ലെങ്കിൽ ഉത്സവങ്ങൾ മുതലായവ ഉണ്ടെങ്കിൽ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ രേഖാമൂലം സമയപരിധി എന്ത് ചെയ്യാം? നീട്ടാമെന്നും പ്രൊവിഷനുണ്ട്. ഓക്കെ, അപ്പോൾ പ്രത്യേക അവസരങ്ങളിൽ എന്തെങ്കിലും മേളകൾ അല്ലെങ്കിൽ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ചില FL1 ഷോപ്പുകളുടെ സമയപരിധി എന്ത് ചെയ്യാം? രേഖാമൂലം ഈ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ രേഖാമൂലം അനുമതി കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യാം? സമയപരിധി നീട്ടാമെന്നും പറയുന്നുണ്ട്. ഓക്കെ, അത്തരം കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി ഈ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ നമ്മളൊരു പോയിന്റ് പറഞ്ഞിരുന്നു. അതത് സംസ്ഥാനങ്ങളിലെ വിൽപ്പനയും മദ്യവിതരണവും നിർദ്ദേശിക്കുന്ന ഓർഗനൈസേഷനാണ് ഇത് ആൽക്കഹോളിക് ബിവറേജ് കൺട്രോൾ ABC എന്ന് പറയും. ആൽക്കഹോളിക് ബിവറേജ് കൺട്രോൾ ABC. അപ്പോൾ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യങ്ങളുടെയും IMFL, അതുപോലെ തന്നെ വിദേശ നിർമ്മിത വിദേശ മദ്യം FMFL, വിദേശ നിർമ്മിത വൈനുകൾ ഫോറിൻ മെയ്ഡ് വൈൻസ്, ഇവയുടെ സംഭരണ വിതരണവും നിയന്ത്രിക്കുന്ന കേരളത്തിലെ സ്ഥാപനം ഏതാണ്? എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മുടെ ബിവറേജ്. അതിൻ്റെ ഫുൾ നെയിം എന്താണ്? കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. എന്താണ്? കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത് സ്ഥാപിതമായ ഒന്നാണ് കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ. നമ്മുടെ ബിവറേജ് സ്ഥാപിതമായ ഒന്നാണ് 1984 ഫെബ്രുവരി 23 കാര്യം ഓർത്തിരിക്കുക. 1984 ഫെബ്രുവരി 23, 1984 ഫെബ്രുവരി 23 ഇത് സ്ഥാപിതമായത്. അപ്പോൾ ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഓക്കെ, ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്താണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യങ്ങളുടെയും വിദേശ നിർമ്മിത വൈനുകളുടെയും സംഭരണവും വിതരണവും നിയന്ത്രിക്കുന്ന കേരളത്തിലെ സ്ഥാപനമാണ് ഇത് കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ് സ്ഥാപിതമായ വർഷം ഏതാണ്? 1984 ഫെബ്രുവരി 23 ആണ്. 1984 ഫെബ്രുവരി 23 കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഫോറിൻ ലിക്കർ റൂൾസുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക? എഴുതി വെച്ച് പഠിക്കുക. ലൈസൻസുകളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. ലൈസൻസുകൾ ഓരോന്നും എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ചേരുംപടി ചേർക്കാനൊക്കെ ക്വസ്റ്റ്യൻസ് ഇതിനകത്തുനിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എന്ത്? ഈ ലൈസൻസുകൾ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. അപ്പോൾ KSBC, KSCCF എന്നിവിടങ്ങളിൽ മദ്യം വിൽക്കാൻ കേരള എക്സൈസ് നൽകുന്ന ലൈസൻസ് ഏതാണ് എന്ന് ക്വസ്റ്റ്യൻ വരാം. അതുപോലെ തന്നെ കടകൾ ഒരു സ്കൂളിൽ നിന്ന് FL1 ലൈസൻസ് ഉള്ള കടകൾ സ്കൂളിൽ നിന്ന് എത്ര അകലം പാലിച്ചിരിക്കണം? അല്ലെങ്കിൽ ബിയർ വൈൻ പാർലർ നടത്താൻ കേരള എക്സൈസ് നൽകുന്ന ലൈസൻസ് ഏതാണ്? ഒരാൾക്ക് കൈവശം വയ്ക്കാവുന്ന വിദേശ മദ്യത്തിൻ്റെ പരിധി എത്രയാണ്? ഒരാൾക്ക് പെർമിറ്റ് ഇല്ലാതെ കൈവശം വയ്ക്കാവുന്ന കള്ളിൻ്റെ പരിധി എത്രയാണ്? കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ് സ്ഥാപിതമായ വർഷം ഏതാണ്? അതുപോലെ തന്നെ FL1 ലൈസൻസ് തനിക്കുള്ള വിദേശ മദ്യം വാങ്ങേണ്ടത് ആരിൽ നിന്നാണ്? സാധാരണ FL1 ഷോപ്പുകൾ ഒരു ദിവസം എത്ര മണിക്കൂർ മദ്യത്തിൻ്റെ ചില്ലറ വിൽപ്പന നടത്താം? അതുപോലെ തന്നെ സംസ്ഥാനത്ത് വിൽക്കാൻ കഴിയുന്ന ഇറക്കുമതി ചെയ്തതും ഇന്ത്യൻ നിർമ്മിതമായ വിദേശ സ്പിരിറ്റുകളുടെ ഏറ്റവും കുറഞ്ഞ ഗാഢത എത്രയാണ്? ഇങ്ങനെയൊക്കെയുള്ളതാണ് ഇതിൻ്റെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സിൽ ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ വ്യക്തമായിട്ട് എഴുതി വെച്ച് കൃത്യമായി പഠിക്കുക. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മൾ എന്തുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്? ഫോറിൻ ലിക്കർ റൂൾസുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നന്നായി പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനൊക്കെ ഉള്ളവർ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്ത് ചെയ്യുക? അവർക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൃത്യമായി രേഖപ്പെടുത്തും. ഓക്കെ, അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി കാണുന്നവരെ താങ്ക് യു.